ഇന്നത്തെ വീഡിയോ പമ്പ ഗണപതി ടെമ്പിൾ വിസിറ്റാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റിയ നല്ലൊരു പ്ലേസും നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ്. ഞങ്ങളുടെ സ്ഥലം കൊല്ലമാണ്. അപ്പോൾ നമുക്കൊരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്കവിടെ എത്താൻ പറ്റും. ഓഫ് സീസണിൽ പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം തിരക്ക് നല്ല കുറവായിരുന്നു. പിന്നെ ഓഫ് സീസണിൽ പോകുമ്പോൾ നമ്മൾ പ്രധാനമായും വഴിയിൽ മൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യം പ്രതീക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിരാവിലെ ഇറങ്ങിയില്ല. ഒരു 9 മണിയോടുകൂടി അവിടെ ചെല്ലത്തക്ക രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പം അന്ന് നമ്മുടെ നട തുറക്കാറാവുന്നത് കൊണ്ട് തന്നെ കുറച്ച് പിന്നെ റോഡിൻ്റെ റീവർക്കുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചില വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാമായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം. നമ്മൾ പോകുന്ന വഴി എങ്ങും ഒരു വണ്ടിയില്ല. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല തണുപ്പും മഞ്ഞും ഒക്കെയുള്ള കുറച്ച് രാവിലെ പോകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു ഫീലിങ്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ സേഫ്റ്റിയും കൂടെ പ്രധാനമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഓഫ് സീസണിൽ പോകാൻ തീരുമാനിച്ചത് തന്നെ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് പോയിട്ട് വരാനും അവിടെ തൊഴുവാനും വേണ്ടിയിട്ടാണ്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു, ഒരു വർഷം കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു പമ്പ ഗണപതി ഒന്ന് കാണണമെന്ന്. ശബരിമലയ്ക്ക് നമുക്ക് കയറാൻ അനുവാദമില്ലല്ലോ. അപ്പോൾ ഗണപതി ടെമ്പിളിൽ വരെ വന്നിട്ട് നമുക്ക് പമ്പ ഗണപതി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഏകദേശം ഒരു 9-9:30 കൂടി അമ്പലത്തിലെത്തി. അവിടെ തൊഴുത് തിരിച്ചിറങ്ങി ഞങ്ങൾ പമ്പയിൽ കുറച്ച് നേരം ചിലവഴിച്ച് അവിടുത്തെ അറ്റ്മോസ്ഫിയറിലൊക്കെ കുറച്ച് നേരം ചിലവഴിച്ച് ഞങ്ങളൊരു ഉച്ചയോടുകൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെ കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി നമ്മൾ ഏകദേശം ഒരു വൈകിട്ട് രാത്രിയോടുകൂടി 8 മണിയോടുകൂടി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ദിവസം നല്ല ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. പറ്റുന്നവരെല്ലാം പോവുക. പ്രത്യേകിച്ചും ഓഫ് സീസണിൽ പോകാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.